ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കൺസോളിഡേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലുസ്ട്രേഷൻ 2 and 3 ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്ന് അടുത്ത കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അധികമുള്ള മെയ് 2024 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. കൺസോളിഡേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് AS21 ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. The balance sheet of Art Limited and Craft Limited as on 31st March 2024. സോ 31st March 2024 ബാലൻസ് ഷീറ്റാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2024. സോ ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ എന്നാണ് 31st March 2024. ദെൻ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആർട്ട് ലിമിറ്റഡും ക്രാഫ്റ്റ് ലിമിറ്റഡും ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, കറണ്ട് ലയബിലിറ്റി, ട്രേഡ് പേയബിൾ, ഷോർട്ട് ടേം ബോറോയിങ്സ്, അസറ്റ്സിലെ നോൺ കറണ്ട് അസറ്റ്സ്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ കറണ്ട് അസറ്റ്സിലെ ഇൻവെൻറ്ററീസ്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ഇക്വലൻസ്. ദെൻ നോട്ട്സ് ടു അക്കൗണ്ട്സ് എല്ലാത്തിനും തന്നിട്ടുണ്ട്. ദെൻ അഡീഷണൽ ഇൻഫോർമേഷൻ. Art Limited acquired 3,200 ordinary shares of Craft Limited on 1st October 2023. So 3,200 ordinary shares Art Limited acquire ചെയ്തിട്ടുണ്ട്. സോ പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിംഗ് ആണെങ്കിൽ എങ്ങനെ ചെയ്യും? 3,200 നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ചെയ്യണത്. ദെൻ എത്ര ഷെയർസ് ഉണ്ട് നമുക്ക് ക്രാഫ്റ്റ് ലിമിറ്റഡിൽ? ക്രാഫ്റ്റ് ലിമിറ്റഡിൽ 4,000 ഷെയർസ് ആണുള്ളത്. സോ 3,200 ഡിവൈഡഡ് ബൈ 4,000 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 80%. ഓക്കെ, സോ പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിംഗ് ഓഫ് percentage of control by holding company 80%. So minority interest equal to 100 minus 80%. സോ ബാലൻസ് എത്രയാണ്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഹോൾഡ് ചെയ്യുന്നത് 20% ആണ്. 80% ഹോൾഡിംഗ് കമ്പനിയും 20% മൈനോറിറ്റി ഇൻട്രസ്റ്റ്. സോ നമുക്കിവിടെ എഴുതാം. ആർട്ട് ലിമിറ്റഡ് എന്ത് കമ്പനിയാണ്? ഹോൾഡിംഗ് കമ്പനി. ദെൻ ക്രാഫ്റ്റ് ലിമിറ്റഡ് സബ്സിഡറി കമ്പനി. ഇത് ഹോൾഡിങ്, ഇത് സബ്സിഡറി. ഓക്കെ, ദെൻ 1st October 2023 ആണ് അതാണ് ഡേറ്റ് ഓഫ് കൺട്രോൾ. Then the reserves and surplus and profit and loss account of Craft Limited showed a credit balance of 40,000 and 58,700 respectively as on 1st April 2023. So opening balance നമുക്ക് reserves and surplus P&L. So that is general reserve and P&L 40,000 and 58,700 തന്നിട്ടുണ്ട്. 1st April 2000 opening balance ആണത്. Then plant and machinery of Craft Limited which stood at 2,15,000. പ്ലാന്റ് ആൻഡ് മെഷീൻ്റെ റീവാലുവേഷൻ ഇമ്പാക്റ്റ് ആണ് വരുന്നത്. 2,15,000 തന്നിട്ടുണ്ട് 1st April 2023. ദെൻ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഫേസ് വാല്യൂ. അവർ ആ ഷെയർസ് അക്വയർ ചെയ്ത ടൈമിൽ P&L വാല്യൂ എത്രയായിട്ട് കൺസിഡർ ചെയ്തു? റീവാല്യൂ ചെയ്ത് 2,20,000 ഫെയർ വാല്യൂ. ദെൻ ഡിപ്രിസിയേഷൻ റേറ്റ് 10% ഓൺ ദി ബേസ് ഓഫ് യൂസ്ഫുൾ ലൈഫ്. The revaluation of plant and machine is to be considered at the time of consolidation. Consolidation ടൈമിലാണ് സാധാരണ നമ്മൾ റിവാലുവേഷൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്രാഫ്റ്റ് ലിമിറ്റഡ് ഡിഡക്ട്സ് 1% ഫ്രം ട്രേഡ് റിസർവബിൾ. 1% ട്രേഡ് റിസർവബിൾസ് ഡിഡക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്രാഫ്റ്റ് ലിമിറ്റഡ് എന്ന സബ്സിഡറി കമ്പനിയിൽ ട്രേഡ് റിസർവബിൾസ് എത്ര കിടക്കുന്നുണ്ട്? ഇവിടെ ട്രേഡ് റിസർവ് 1,68,300 ഉണ്ട്. ഇവിടെ എന്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്? 1% അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ആഡ് ചെയ്യണം? അഡ്ജസ്റ്റ്മെൻറ്റ് 1% എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് 1% ആഡ് ബാക്ക് ചെയ്യണം. ബിക്കോസ് ഇവിടെ പറയുന്നുണ്ട് ദിസ് പോളിസി ഈസ് നോട്ട് ഫോളോഡ് ബൈ ആർട്ട് ലിമിറ്റഡ്. അതുകൊണ്ടാണ് അവിടെ 1% നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നത്. ട്രേഡ് റിസീവബിൾസ് 1% കുറഞ്ഞ് 99% മാത്രമേ ട്രേഡ് റിസീവബിൾസിലുള്ളൂ. കാരണം അതവർ പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ബട്ട് ആ പോളിസി ആരും ഫോളോ ചെയ്യുന്നില്ല, ആർട്ട് ലിമിറ്റഡ് ഫോളോ ചെയ്യുന്നില്ല. ഇതിന് അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ 99% ആണ് 1,68,300. ഓക്കെ, സോ പ്രൊവിഷൻ എന്ന് പറയുന്നത് പ്രൊവിഷൻ ഈക്വൽ ടു 1,68,300 എന്ന് പറയുന്നത് 99 ആണ്. സോ 1% കാണണം. സോ 1,68,300 multiplied 1 divided by 99 that is equal to എത്ര വരും? 1,700.
സോ ഈ 1700 നമ്മളിവിടെ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. 1700 ആഡ് ബാക്ക് ചെയ്യണം. ആ എമൗണ്ട് ആയിരിക്കണം നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എടുക്കാം. ദെൻ ഈ 1700 എന്ത് ചെയ്യണം, കൺസോളിഡേറ്റഡ് P&L അഡ്ജസ്റ്റും ചെയ്യണം. ഓക്കെ, കാരണം റിവേഴ്സൽ ഓഫ് റീവാലുവേഷൻ ഇമ്പാക്റ്റ് അവിടെ വരുന്നത്. ദെൻ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ 31st March 2024 Craft Limited inventories includes goods which it had purchased from Art Limited. Art Limited എന്ന് വാങ്ങിയതാണ് 1,03,500 which made a profit of 15% on cost price. ഇതെന്ന് വെച്ചാൽ 31st March 2024 ഇവിടെ ഹോൾഡിംഗ് കമ്പനിയുണ്ട്, സബ്സിഡറി കമ്പനിയുണ്ട്. ഇവിടെ ആർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന ആരാണ്, സബ്സിഡറി കമ്പനിയാണ്, സോറി ഹോൾഡിംഗ് കമ്പനിയാണ്. ഹോൾഡിംഗ് കമ്പനിയിൽ നിന്ന്, സോ ഹോൾഡിംഗ് കമ്പനി ഇവിടെ ആരായിട്ട് വരുന്നു, സെല്ലർ. ഹോൾഡിംഗ് കമ്പനി ആരാണ്, സെല്ലർ. ആരെ പർച്ചേസ് ചെയ്തത്, ക്രാഫ്റ്റ് ലിമിറ്റഡ്. സോ ബയ്യർ. ഹോൾഡിംഗ് കമ്പനി സെല്ലറാണ്, സബ്സിഡറി കമ്പനി ബയ്യറാണ്. കാരണം ആർട്ട് ലിമിറ്റഡിൽ നിന്നാണ് ക്രാഫ്റ്റ് ലിമിറ്റഡ് വാങ്ങിച്ചത്. സോ ആർട്ട് ലിമിറ്റഡ് ആണ് സെല്ല് ചെയ്യണത്, പർച്ചേസ് ചെയ്തത് ക്രാഫ്റ്റ് ലിമിറ്റഡ്. സോ അവിടെ എന്താണ് വരുന്നത്, സെല്ലർ സോൾഡ് ഗുഡ്സ് ടു ഡൗൺ സ്ട്രീം ട്രാൻസാക്ഷൻ. ഇവിടെ വരുന്നത് ഡൗൺ സ്ട്രീം ട്രാൻസാക്ഷൻ. കാരണം ഹോൾഡിംഗ് കമ്പനി എപ്പോഴും ഹോൾഡിംഗ് കമ്പനി പാരന്റ് കമ്പനി ആണല്ലോ. സോ അത് മേളിൽ, സബ്സിഡറി കമ്പനി താഴെയായിരിക്കും. ദെൻ സെല്ലർ ആരാണ്, ബയ്യർ ആരാണ്. ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് വിൽക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ദെൻ സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിക്ക് ഇങ്ങോട്ട് വിൽക്കണമെങ്കിൽ അത് അപ്സ്ട്രീം ട്രാൻസാക്ഷൻ ആണ്. അതെന്താണ്, അപ്സ്ട്രീം ട്രാൻസാക്ഷൻ ആണ്. അതിവിടെ ഇല്ല. ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്കാണ് സെയിൽ ചെയ്യുന്നത്, അത് ഡൗൺ സ്ട്രീമാണ്, താഴത്തേക്കാണ് വരുന്നത്. സോ ഡൗൺ സ്ട്രീം ട്രാൻസാക്ഷൻ. സോ അവിടെ എന്ത് കാണണം, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കാണണം. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുക, ഇവിടെ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ആണ്. സോ കോസ്റ്റ് 100, ദെൻ അതിനോട് 15% ആഡ് ചെയ്യുമ്പോൾ 115. ഇവിടെ 115 എന്ന് പറയുന്നത് എത്രയാണ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞത് എത്ര എമൗണ്ട്, 1,03,500 ആണ്. 1,03,500. ദെൻ 15 പ്രോഫിറ്റ് ആണ് കാണുന്നത്. സോ ഇവിടെ 15% പ്രോഫിറ്റ് എത്ര വരും, 1,03,800 multiplied with 15 divided by 115. So profit 1,03,000, sorry ഇവിടെ 500 ആണ്. 1,03,500 multiplied 15 divided by 115, 13,500 unrealized profit. ഓക്കെ, സോ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് 13,500. ഈ 13,500 നമ്മൾ എന്ത് ചെയ്യണം, ഈ 13,500 നമ്മൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നമ്മൾ ഹോൾഡിംഗ് കമ്പനിയിൽ കിടക്കുന്ന പ്രോഫിറ്റ് ആണല്ലോ. ഹോൾഡിംഗ് കമ്പനി സബ്സിഡി കമ്പനി ഇപ്പോൾ ഒരുമിച്ച് കൺസോളിഡേറ്റ് ചെയ്തു. സോ ഹോൾഡിംഗ് കമ്പനിയിൽ 13,500 പ്രോഫിറ്റ് കിടക്കുന്നുണ്ട്. P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് ആക്കണല്ലോ, അവിടെ നിന്ന് ആ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കുറച്ച് കളയാം. ദെൻ ഇവരുടെ ഇൻവെൻട്രിയിൽ നിന്നും ഈ പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ആണ്. സോ അവിടെ നിന്നും ഈ 13,500 ഡിഡക്റ്റ് ചെയ്യാം. ആൻസർ പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇത്ര അഡ്ജസ്റ്റ്മെൻറ്റുള്ള ഈസി ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്ക് ആൻസർ, ഞാൻ വർക്കൗട്ട് ചെയ്ത ആൻസർ കീ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഒരു 4 പേജ് നമ്മൾ ബാലൻസ് ഷീറ്റിനും നോട്ട് സ്റ്റോക്കിനും വേണ്ടി വിട്ട് കളയാം. അത് എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് 4 മാർക്ക് ഡിഡക്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓൾ ഇന്ത്യ റാങ്ക് വാങ്ങിച്ച് ഒരു കുട്ടിയുടെ പേപ്പർ ഞാൻ റിവാല്യൂ ചെയ്ത് നോക്കിയപ്പോൾ ആ കുട്ടി എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് വർക്ക് നോട്ട് എഴുതി ദെൻ ആണ് ബാലൻസ് ഷീറ്റും നോട്ട് സ്റ്റോക്കും എഴുതുക. സോ അങ്ങനെ എഴുതിയത് കൊണ്ട് ഞാൻ 4 മാർക്ക് 14 മാർക്ക് ക്വസ്റ്റ്യനിൽ 10 മാർക്സ് മാത്രമേ അലോട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം 4 മാർക്സ് ഡിഡക്റ്റ് ചെയ്ത് കളഞ്ഞു. കാരണം വർക്ക് നോട്ട് ഫസ്റ്റ് എഴുതി വെച്ച് ബാലൻസ് ഷീറ്റും നോട്ട് സ്റ്റോക്കും ലാസ്റ്റ് ചെയ്തത്. എപ്പോഴും എന്ത് ബാലൻസ് ഷീറ്റ് ചെയ്താൽ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, ബൈബാക്കിലായിക്കോട്ടെ, കൺസോളിഡേഷൻ ആയിക്കോട്ടെ, അമാൽഗമേഷൻ ആയിക്കോട്ടെ, അതിനകത്ത് ഏതാണെങ്കിലും ഫസ്റ്റ് നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്താൽ ദെൻ നോട്ട് സ്റ്റോക്കും എഴുതുക. സോ അതിന് നമ്മൾ മാക്സിമം ഒരു 5 പേജ് കിട്ടും. എന്നിട്ട് വർക്ക് നോട്ട് എഴുതി തുടങ്ങിയാൽ ബെറ്റർ ആയിരിക്കും നമുക്ക്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമ്മൾ കൺസോളിഡേറ്റഡ് അതിന് വേണ്ടി നമ്മളൊരു 4 പേജ് വിടുക. ലാസ്റ്റ് നമ്മൾ ബാലൻസ് ഷീറ്റും നോട്ട് സ്റ്റോക്കിനും പ്രിപ്പയർ ചെയ്താൽ മതി. ദെൻ സോ വർക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകണം.
ഫസ്റ്റ് വൺ വർക്കിംഗ് നോട്ട് വൺ മെത്തേഡ് ഓഫ് കൺസോളിഡേഷൻ എന്താണ് ടോട്ടൽ കൺസോളിഡേഷൻ ടെക്നിക്ക്. ദെൻ വർക്കിംഗ് നോട്ട് വൺ പെർസെൻറ്റേജ് ഓഫ് കൺട്രോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം 3200 ഷെയർ അക്വയർ ചെയ്യുന്നുണ്ട്, ടോട്ടൽ ഷെയർ 4000, സോ 80% ആണ് പെർസെൻറ്റേജ് ഓഫ് കൺട്രോൾ ബൈ ഹോൾഡിംഗ് കമ്പനി. ദെൻ പെർസെൻറ്റേജ് ഓഫ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് 100 80% കുറയ്ക്കുമ്പോൾ 20%. ദെൻ ഡേറ്റ് ഓഫ് കൺട്രോൾ എന്നാണ് 1/10/2023 ആണ് ഷെയർസ് അക്വയർ ചെയ്യുന്നത്. വർക്കിംഗ് നോട്ട് ഫോർ ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ 31st March 2024. ഈ ഡാറ്റയെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദെൻ നെക്സ്റ്റ് വർക്കിംഗ് നോട്ട്സ് ചെയ്തുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ആൻസർ ഷീറ്റിൽ നിന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോന്നും ഫസ്റ്റിൽ മുതൽ നമ്മൾ റീഡ് ചെയ്തുകൊണ്ട് വരും. സോ അതിന് വേണ്ടിയാണ് ഇവിടെ ഈസി ആയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്, ഡാറ്റാസ് എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ വർക്കിംഗ് നോട്ട് 5 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തെറ്റിയാൽ നമുക്ക് ഇനി വരുന്ന എല്ലാ വർക്കിംഗ് നോട്ട്സും മിസ്റ്റേക്ക് വരും. സോ ബി കെയർഫുള്ളി ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ബി കെയർഫുള്ളി കോൺസെൻട്രേറ്റ് ഓൺ ദീസ് വർക്കിംഗ് നോട്ട്. ദെൻ ഫിഫ്ത്ത് വർക്കിംഗ് നോട്ട് 5 നെറ്റ് വർത്ത് അനലൈസിസ് ഓഫ് സബ്സിഡറി കമ്പനി ആസ് ഓൺ ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡേറ്റ് ഓഫ് കൺട്രോൾ. നമ്മൾ സബ്സിഡറി കമ്പനി നെറ്റ് വർത്ത് അനലൈസിസ് എത്രയുണ്ടെന്ന് നോക്കാൻ പോവാണ്. ആസ് ഓൺ ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ ഡേറ്റ് 31st March 2024 വിത്ത് റെസ്പെക്ട് ടു ഡേറ്റ് ഓഫ് കൺട്രോൾ 1st October 2023. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ പ്രീ അക്വിസിഷൻ എഴുതുക, പോസ്റ്റ് അക്വിസിഷൻ എഴുതുക. ഇവിടെ വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം നേരത്തെ എഴുതി വയ്ക്കുക. എന്തൊക്കെ ഫസ്റ്റ് വരും? ഒന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുക. അതിൽ വന്നത് ജനറൽ റിസർവ് വന്നിട്ടുണ്ട്, ദെൻ P&L വന്നിട്ടുണ്ട്. ദെൻ റീവാലുവേഷൻ ഇമ്പാക്റ്റ് തേർഡ്. ദെൻ റിവേഴ്സൽ ഓഫ് റീവാലുവേഷൻ ഇമ്പാക്റ്റ് അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നോക്കുക. ദെൻ വരുന്നത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അപ്സ്ട്രീം ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് ലോസ് ഓൺ അപ്സ്ട്രീം ട്രാൻസാക്ഷൻ. ആകെ 5 ഡാറ്റാസേ ഇവിടെ നെറ്റ്വർക്ക് അനലൈസിൽ വരത്തുള്ളൂ. എന്തൊക്കെയാണ്? ഒന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, then second one reserves and surplus, third one revaluation impact, fourth one reversal or revaluation impact. നമ്മൾ ഈ revaluation impact നടത്തിയതുകൊണ്ട് എന്തെങ്കിലും റിവേഴ്സൽ ആയിട്ട് എന്തെങ്കിലും ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടോ നോക്കും. ദെൻ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ അപ്സ്ട്രീം ട്രാൻസാക്ഷൻ. ആകെ 5 കാര്യം ഇവിടെ വരത്തുള്ളൂ. എവിടെ? നെറ്റ്വർക്ക് അനലൈസിസ് ഓഫ് സബ്സിഡറി കമ്പനി ആസ് ഓൺ ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡേറ്റ് ഓഫ് കൺട്രോൾ. ദെൻ നമ്മൾ പ്രീ അക്വിസിഷൻ എന്ന് വെച്ചാൽ പ്രീ അക്വിസിഷൻ നമുക്കറിയാം ക്യാപിറ്റൽ ഷെയർ ആണ്, ദെൻ പോസ്റ്റ് അക്വിസിഷൻ എന്ന് വെച്ചാൽ റവന്യൂ ഷെയർ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇനി നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എടുത്ത് ചെയ്താൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമുക്ക് എവിടെ തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിൽ സബ്സിഡറി കമ്പനി നെറ്റ്വർക്ക് അനലൈസിസ് അല്ലേ? സോ സബ്സിഡറി കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര വന്നിട്ടുണ്ട്? 1,40,000 വന്നിട്ടുണ്ട്. ഓക്കെ, ആ 1,40,000 എടുത്ത് എഴുതുക. അതാണ് ഇവിടെ 1 lakh അല്ല, ഇവിടെ തന്നിരിക്കുന്ന 4 lakh. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര വന്നിട്ടുണ്ട്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ 4 lakh വന്നിട്ടുണ്ട്. 4,000 ഷെയർസ് ₹100 ഇറ്റ് ഫുള്ളി പെയ്ഡ് 4 lakh ആണ്. ഓക്കെ, 4 lakh ക്വസ്റ്റ്യനിൽ 4 lakh തന്നിട്ടുണ്ട്. ഓക്കെ, 4 lakh അതെടുത്ത് ഇവിടെ എഴുതാം. എത്ര വന്നു? 4 lakh. വന്ന് ദെൻ നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് കണ്ടുപിടിക്കണം. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എന്തൊക്കെയുണ്ട്? ജനറൽ റിസർവ് ഉണ്ട്, P&L ഉണ്ട്. അത് നമ്മൾ വർക്കിംഗ് നോട്ട് 5A കണ്ടുപിടിക്കണം. വർക്കിംഗ് നോട്ട് 5A വർക്കിംഗ് നോട്ട് എഴുതാൻ പോവാണ്. ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഈ 4 lakh എമൗണ്ട് എഴുതി കഴിഞ്ഞിട്ട് അതിനുള്ള സ്പേസ് വിട്ടിട്ട് ഇത് എഴുതാൻ വേണ്ടി ഒരു 1 പേജ് നിങ്ങൾ വിട്ടോ. ഓക്കെ, 1 പേജ് ഇട്ടിട്ട് അടുത്തത് വർക്കിംഗ് നോട്ട് 5 എഴുതാൻ വരിക. വർക്കിംഗ് നോട്ട് 5 ആദ്യം തന്നെ നമ്മൾ എന്നാണ് ഡേറ്റ് ഓഫ് കൺട്രോൾ വന്നത്, എന്നാണ് ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ, ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ച് വയ്ക്കുക. എന്നാണ് 1,04,000 വരച്ചിട്ട് 1/4/2023 ഓപ്പണിങ്, ക്ലോസിങ് 31st March 2024. സോ ഡേറ്റ് ഓഫ് കൺട്രോൾ വരുന്നത് എന്നാ 1/10/2023 ഡേറ്റ് ഓഫ് കൺട്രോൾ വരും. സോ ഇത് നമ്മൾ എൻ്റർ ചെയ്ത് വയ്ക്കുക, ആവശ്യം വരും നമുക്ക്. ഓക്കെ, സോ ജെൻഡർ റിസർവ് ചെയ്ത ജെൻഡർ റിസർവിൽ ഓപ്പണിങ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ.
ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓഫ് P&L account of Craft Limited showed a credit balance of 40,000 and 58,700 as on 1st April 2023. അത് നമ്മൾ എടുത്ത് എഴുതാം. അതാണ് ഇവിടെ 14,000 വന്നിരിക്കുന്നത്. ദെൻ ക്ലോസിംഗ് ബാലൻസ് എത്രയാണ് ക്വസ്റ്റ്യനിൽ? ക്ലോസിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിൽ വരുന്നത് closing balance reserves and surplus closing balance 14,000 then P&L 2,08,000 ആണ്. അത് അവിടെ എടുത്ത് എഴുതുക. ദെൻ അതാണ് 14,000 ആണ് ക്ലോസിംഗ് ബാലൻസ്. സോ അവിടെ യാതൊരു ട്രാൻസാക്ഷൻസ് അവിടെ നടന്നിട്ടില്ല. സോ ഓപ്പണിംഗ് ഈക്വൽ ടു ക്ലോസിങ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്ലോസിങ് നമുക്ക് 2,08,000 ബാലൻസ് ഷീറ്റിൽ കിട്ടി. ദെൻ ഓപ്പണിംഗ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സോ ഇവിടെ ഓപ്പണിംഗ് 58,700 ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്? 2,08,000. സോ അവിടെ എന്ത് വന്നിട്ടുണ്ട്? കറണ്ട് ഇയർ പ്രോഫിറ്റ് എങ്ങനെ? ബാലൻസ് ഫിഗർ ആണ് കറണ്ട് ഇയർ പ്രോഫിറ്റ്. ഓക്കെ, 2,08,000 മൈനസ് 58,700 1,49,300 കിട്ടി. ഇത്രയും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം ക്യാപിറ്റൽ ഷെയറും റവന്യൂ ഷെയറുമായിട്ട്. ഇവിടെ ജനറൽ റിസർവിൽ ഓപ്പണിംഗ് എപ്പോഴാണ്? നമ്മൾ കൺട്രോൾ അക്വയർ ചെയ്യുന്നതിന് മുന്നാണ്. സോ ദാറ്റ് ഈസ് എന്താണ്? ക്യാപിറ്റൽ ഷെയർ. സോ ഇവിടെ എന്തും ക്യാപിറ്റൽ ഷെയർ 40,000 മാത്രമേ ഉള്ളൂ. ദെൻ P&L അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് കൺട്രോൾ അക്വയർ ചെയ്യുന്നതിന് മുന്നാണ്. സോ ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഷെയർ ആണ്. ദെൻ കറണ്ട് ഇയർ പ്രോഫിറ്റിൽ എന്തുണ്ട്? കറണ്ട് ഇയർ പ്രോഫിറ്റിൽ ക്യാപിറ്റൽ ഷെയറും റവന്യൂ ഷെയർ ഉണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഗ്രാഫ് വരച്ച് വെക്കാൻ പറഞ്ഞത്. ഇവിടെ ഡേറ്റ് ഓഫ് കൺട്രോൾ മുന്നേ ഉള്ളത്, ഡേറ്റ് ഓഫ് കൺട്രോൾ കിട്ടുന്നതിന് മുന്നേ പ്രീ അക്വിസിഷൻ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഷെയറും ആഫ്റ്റർ ഗെറ്റിംഗ് കൺട്രോൾ എന്താണ്? റവന്യൂ ഷെയർ ആണ്. സോ നമുക്കിവിടെ ഡേറ്റ് ഓഫ് കൺട്രോൾ കിട്ടിയത് 1/10/2023 കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ കറണ്ട് ഇയർ പ്രോഫിറ്റ് ഇത് മുഴുവനും ഉള്ളതാണ്. ഈ 1/4/2023 മുതൽ 31st March 2024 വരെ ഉള്ളതാണ് കറണ്ട് ഇയർ പ്രോഫിറ്റ്. ബട്ട് നമുക്ക് എപ്പോഴാണ് കൺട്രോൾ കിട്ടിയത്? 1/10/2023. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത്, ഇവിടെ നിന്ന് മുന്നുള്ളത് എന്താണ്? ക്യാപിറ്റൽ ഷെയർ. ഇതിന് മുന്നുള്ളത് ക്യാപിറ്റൽ ഷെയറും ഇതിന് ശേഷമുള്ളത് എന്താണ്? റവന്യൂ ഷെയർ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? 6 months ആണ് ഇവിടെ വരുന്നത്. 6 months 4th April, May, June, July, August, September. സോ 6 months ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, 6 months. സോ 1,49,300 ഇൻറ്റു 6/12 ചെയ്യുമ്പോൾ 34,650 അവിടെ ക്യാപിറ്റൽ ഷെയറും വരുന്നുണ്ട്, റവന്യൂ ഷെയറും വരുന്നുണ്ട്. സോ ടോട്ടൽ ക്യാപിറ്റൽ ഷെയർ ഇവിടെ എത്ര വരുന്നുണ്ട്? 58,700 ഇവിടെ വരുന്നുണ്ട്. ദെൻ 78,650 കറണ്ട് ഇയർ പ്രോഫിറ്റിലും വരുന്നുണ്ട്. സോ ടോട്ടൽ 1,33,350. ദെൻ റവന്യൂ ഷെയർ എന്ത്? കറണ്ട് ഇയർ പ്രോഫിറ്റിൽ മാത്രമേ ഉള്ളൂ, 74,650. സോ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഈ 2,08,000 എന്ന് വെച്ചാൽ ഈ ക്യാപിറ്റൽ ഷെയർ റവന്യൂ ഷെയറും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ 2,08,000 കിട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ആൻസർ കറക്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, സോ നമുക്ക് P&L ജനറൽ റിസർവും കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വർക്കിംഗ് നോട്ട് 5 കൊണ്ട് എഴുതുക. ഓക്കെ, വർക്കിംഗ് നോട്ട് 5 ഇവിടെ നമുക്ക് ജനറൽ റിസർവ് 40,000 ക്യാപിറ്റൽ ഷെയർ. ഈ 40,000 ആണ് ഇവിടെ എഴുതിയത് ക്യാപിറ്റൽ ഷെയർ. ദെൻ P&L അക്കൗണ്ടിൽ 1,33,500 ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ 74,650 റവന്യൂ ഷെയർ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതുക. ഓക്കെ, ദെൻ ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്ത് വന്നിട്ടുണ്ട്? അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി ഡേറ്റ് ഓഫ് കൺസോളിഡേഷൻ ടൈമിൽ എന്ത് 2,20,000 ആക്കി മാറ്റിയിട്ടുണ്ട്. ഓപ്പണിങ്ങിൽ ഇതെന്താണ്? ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇത് റീവാലുവേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, റീവാലുവേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്. സോ ആ ഡാറ്റ നമുക്കിവിടെ എഴുതാം. 1 lakh ഇവിടെ ഞാൻ ഗ്രാഫാണ് വരച്ചത്, നമുക്ക് മാക്സിമം തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ്. സോ 1/4/23 2,50,000 ആണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ. അവർ കൺസിഡർ ചെയ്തത് ഡേറ്റ് ഓഫ് കൺട്രോളിന് 2,20,000. സോ അവിടെ റേറ്റ് 10% ഉണ്ട്. ക്ലോസിംഗ് ബാലൻസ് എത്ര തന്നിട്ടുണ്ട്? ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ എത്രയാണ് ക്ലോസിംഗിൽ. പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ 1 lakh
1 lakh അല്ല, പ്ലാന്റ് ആൻഡ് മെഷീനറി 2,25,000. 2,25,000. സോ ഇവിടെ എത്രയുണ്ട്? 2,25,000. 2,25,000. ഓക്കെ. അത് നമുക്ക് ആവശ്യമില്ല, അതാണ് ഞാൻ അവിടെ എഴുതാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ എഴുതി വെച്ചതാണ്. ഓപ്പണിങ്ങിൽ എത്ര വന്ന്? ഓപ്പണിങ്ങിൽ 2,50,000. ഫെയർ വാല്യൂ ഡേറ്റ് ഓഫ് ഫണ്ട് കൺസിഡർ ചെയ്തത് 2,20,000 ആണ്. ക്വസ്റ്റ്യൻ തന്നേക്കണ ക്ലോസിങ് 2,25,000 ആണ് സബ്സിഡറിയുടെ. സോ ഇവിടെ ഡേറ്റ് ഓഫ് കൺട്രോൾ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഫെയർ വാല്യൂ തന്നിട്ടുണ്ട്. ഈ ഫെയർ വാല്യൂയും നമ്മൾ ബുക്ക് വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്താൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? റീവാലുവേഷൻ ലോസ് ആണോ ഗെയിൻ ആണോ എന്ന് കിട്ടത്തുള്ളൂ. സോ നമുക്ക് ഫെയർ വാല്യൂ ഉണ്ട്, ബുക്ക് വാല്യൂ കണ്ടുപിടിക്കണം. ബുക്ക് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ റേറ്റ് തന്നിട്ടുണ്ട് ഡിപ്രീസിയേഷൻ, അത് വെച്ച് നമുക്ക് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാം. സോ ഡിപ്രീസിയേഷൻ ഓൺ ഡേറ്റ് ഓഫ് കൺട്രോൾ, ഡിപ്രീസിയേഷൻ ഓൺ ഡേറ്റ് ഓഫ് കൺട്രോൾ എത്രയാണ്? 2,50,000 ഓപ്പണിങ്ങിലുണ്ട് ഇൻറ്റു 10%. എത്ര മാസം മാത്രമേ വരുന്നുള്ളൂ? 6 months മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. 6 months. സോ ഇൻറ്റു 6/12 ചെയ്യാൻ നേരത്തെ ഇവിടെ എത്ര വരും? 12,050 ആണ് ഡിപ്രീസിയേഷൻ ഓൺ അപ് ടു ഡേറ്റ് ഓഫ് കൺട്രോൾ വരെ. സോ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഓപ്പൺ WDV മൈനസ് ഡിപ്രീസിയേഷൻ ആണ്. സോ 2,15,000 മൈനസ് 12,500 2,33,500 വരും. സോ ഫെയർ വാല്യൂ 2,20,000 ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. സോ അവിടെ കമ്പയർ ചെയ്യുമ്പോൾ ബുക്ക് വാല്യൂവിനേക്കാളും ഫെയർ വാല്യൂ കുറഞ്ഞു. അവിടെ റീവാലുവേഷൻ ലോസ് വന്നിട്ടുണ്ട് 30,500. അത് നമ്മൾ അവിടെ നമ്മൾ വർക്ക് നോട്ട് 5 കുറച്ച് ചെയ്താൽ റീവാലുവേഷൻ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞ് 12,500 നേരെ പോയി വർക്ക് നോട്ടിൽ എഴുതാം. 70,500 റീവാലുവേഷൻ ഇമ്പാക്റ്റ് വർക്ക് നോട്ട് 5 നിന്നാണ് കിട്ടിയത്. 70,500 കുറച്ച് ചെയ്താൽ. സപ്പോസ് ഇവിടെ റീവാലുവേഷൻ ഗെയിനാ വരുന്നെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ ലോസ് വന്നതാണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്തത്. വെനെവർ ദർ ഈസ് എ റീവാലുവേഷൻ ഇൻ ഡിപ്രീഷ്യബിൾ അസറ്റ് ദർ ഈസ് എ ഡിപ്രീസിയേഷൻ, റിവേഴ്സൽ ഓഫ് ഡിപ്രീസിയേഷൻ. ഓക്കെ, നമ്മൾ ഡിപ്രീഷിയബിൾ അസറ്റിനെ റീവാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ. വെനെവർ ദർ ഈസ് എ റീവാലുവേഷൻ ഓഫ് ഡിപ്രീഷിയബിൾ അസറ്റ് ദർ ഈസ് എ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്. മൈൻഡിൽ വെച്ചേക്കണം. വെനെവർ ദർ ഈസ് എ റീവാലുവേഷൻ ഓഫ് ഡിപ്രീഷിയബിൾ അസറ്റ് ദർ ഈസ് എ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, സോ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീഷ്യബിൾ അസറ്റ് ആണ്. ബട്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡിപ്രീഷ്യബിൾ അസറ്റ് ആണ്? അല്ല. ലാൻഡ് ആൻഡ് ഡിപ്രീസിയേഷൻ ഇല്ല, 0 ആണ്. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീഷ്യബിൾ അസറ്റ് ആണ്. സോ അത് നമ്മൾ റിവാല്യൂ ചെയ്തുകൊണ്ട് അതിന് എന്തുണ്ട്? ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. സോ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് മാക്സിമം ഇങ്ങനെയാണ് എഴുതാൻ നോക്കുക, ആൻസർ തെറ്റാതിരിക്കും. ഫസ്റ്റ് വൺ, ഡിപ്രീസിയേഷൻ റിക്വയർഡ് ഇൻ കൺസോളിഡേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ കൺസോളിഡേഷൻ പീരീഡ്. അത് കാണാം. കൺസോളിഡേഷൻ പീരീഡിൽ ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എത്ര ഡിപ്രീസിയേഷൻ വേണം പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക്, അത് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. സോ ക്ലോസ് ഇൻ WDV ആസ് പെർ CFS എന്ന് വെച്ചാൽ ഹോൾഡിംഗ് കമ്പനി എത്രയാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി വാല്യൂ ചെയ്യുന്നത്, എത്ര രൂപയ്ക്കാണ് ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയിൽ നിന്ന് പ്ലാന്റ് ആൻഡ് മെഷീനറി കൊണ്ടുവരുന്നത്. സോ അത് 2,20,000 ആണ്. റേറ്റ് 10%. കൺസോളിഡേഷൻ പീരീഡ് 6/12. കാരണം ഡേറ്റ് ഓഫ് കൺട്രോൾ 1/10/2023 ആണ്, അപ് ടു 31st March 2024. സോ 6 months ഉള്ളൂ. സോ 6/12. ആൻസർ 11,000 ആണ് ഡിപ്രീസിയേഷൻ വേണ്ടത്. ഇനി അവർ എത്ര ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഡിപ്രീസിയേഷൻ ഓൾറെഡി അഡ്ജസ്റ്റഡ് ഇൻ സ്റ്റാൻഡേർഡ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ കൺസോളിഡേഷൻ പീരീഡ്. സോ ഈ 6 months കൺസോളിഡേഷൻ പീരീഡിലേക്ക് ഈ സബ്സിഡറി കമ്പനി പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് എത്ര ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ അത് ഓപ്പൺ ഇൻ WDV ആസ് പെർ SFS എന്ന് വെച്ചാൽ സബ്സിഡറി കമ്പനിയിലെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓപ്പൺ ഇൻ WDV, ദെൻ റേറ്റ് കൺസോളിഡേഷൻ പീരീഡ്. സോ 2,50,000 ആണ് ഓപ്പൺ ഇൻ WDV, then 10% into 6/12 12,500. ഈ 6/12 തെറ്റിച്ച് കളയരുത്. നമുക്ക് ആവശ്യമുള്ളത് 6 മാസത്തെ മാത്രമാണ്. 6 മാസം ശരിക്കും ഡിപ്രീസിയേഷൻ എത്രയാണ് ചെയ്യേണ്ടത്? 11,000. സോ ഓൾറെഡി അവർ എത്ര അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ്? 12,500. ഓക്കെ, സോ ഇവർ അധികം ചാർജ്
11,000 വേണ്ടടുത്ത് ഇവർ എത്ര ചാർജ് ചെയ്ത്? 12,500 ചാർജ് ചെയ്ത്. അവിടെ എക്സസ് ഡിപ്രീസിയേഷൻ അല്ലേ? ഡിപ്രീസിയേഷൻ അധികം ചാർജ് ചെയ്തിട്ടില്ലേ? സോ ഡിപ്രീസിയേഷൻ അധികം ചാർജ് ചെയ്തിട്ട് എന്താ മീൻ ചെയ്യുക? P&L അക്കൗണ്ടിൽ നിന്ന് അത്ര എമൗണ്ട് പോയിട്ടില്ലേ? എക്സ്പെൻസ് അല്ലേ ഡിപ്രീസിയേഷൻ? എക്സ്പെൻസ് ആകുമ്പോൾ P&L അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് കുറയില്ലേ? സോ P&L അക്കൗണ്ട് കുറഞ്ഞു കിടക്കുമല്ലേ? ഈ എക്സസ് ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. സോ എക്സസ് ഡിപ്രീസിയേഷൻ റിവേഴ്സ്ഡ് ബൈ ക്രെഡിറ്റിംഗ് ഇൻ കൺസോളിഡേറ്റഡ് P&L. സോ നമ്മൾ എക്സസ് എമൗണ്ട് എത്ര വരുന്നുണ്ട്? 1,500 എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. കാരണം അത്ര എമൗണ്ട് കുറഞ്ഞു കിടക്കണം. അത് നമ്മൾ റിവേഴ്സ് ചെയ്ത് ആഡ് ബാക്ക് ചെയ്ത് എക്സസ് ഡിപ്രീസിയേഷൻ കളയണം. ഓക്കെ, എലിമിനേറ്റ് ചെയ്യണം. സോ അവിടെ സേവിങ്സ് ഇൻ ഡിപ്രീസിയേഷൻ ആണ് നടക്കുന്നത്. എന്താ നടക്കുന്നത്? സേവിങ്സ് ഇൻ ഡിപ്രീസിയേഷൻ. ഓക്കെ, അത് നമ്മൾ പോയി വർക്കിംഗ് നോട്ടിൽ എടുത്ത് എഴുതാം. വർക്കിംഗ് നോട്ട് 5 റിവേഴ്സൽ ഓഫ് റിവാലുവേഷൻ ഇമ്പാക്റ്റിൽ ഫസ്റ്റ് പോയിന്റ് ഡിപ്രീസിയേഷൻ. വർക്കിംഗ് നോട്ട് 5C. വർക്കിംഗ് നോട്ടല്ല ഇവിടെ മെൻഷൻ ചെയ്യണം കേട്ടോ. അതോടെ 1,500 ക്യാപിറ്റൽ ഷെയർ ഒന്നുമല്ല, റവന്യൂ ഷെയറാ. P&L നടക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? സോ റവന്യൂ ഷെയറിലല്ലേ എഴുതുക. ദെൻ അവിടെ നടക്കുന്നത് എന്താണ്? പോസ്റ്റ് അക്വിസിഷൻ അല്ല, ഡേറ്റ് ഓഫ് കൺട്രോളിന് ശേഷം നടക്കുന്നത്. സോ അത് പോസ്റ്റ് അക്വിസിഷനാണ്. ഓക്കെ, ദെൻ ഇവിടെ വേറെ നോട്ടാണ് പ്രൊവിഷൻ. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് പ്രൊവിഷൻ 1% എടുത്തിട്ടുണ്ട്. അഗെയിൻസ്റ്റ് ട്രേഡ് റിസീവബിളിൽ നിന്ന് 1% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ട്രേഡ് റിസീവബിൾസ് ഓഫ് ₹1,68,300 ഇൻ സബ്സിഡറി കമ്പനി. ദാറ്റ് എമൗണ്ട് ഈസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് 1% ആസ് പ്രൊവിഷൻ അഗെയിൻസ്റ്റ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതാണ്. ക്വസ്റ്റ്യനിൽ 1,68,300 എന്ന് പറയുന്നത് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് പ്രൊവിഷൻ ആണ്. പ്രൊവിഷന് ശേഷം വരുന്ന എമൗണ്ട് ആണ് അവിടെ കിടക്കണം. അത് 99% ആണ് ഈ 1,68,300 എന്ന് പറയുന്നത്. സോ നമ്മൾ 100 ആക്കി മാറ്റിയിട്ടാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ചെയ്യുക. കാരണം ഈ പോളിസി ആര് ഫോളോ ചെയ്യുന്നില്ല? ഹോൾഡിംഗ് കമ്പനി ഫോളോ ചെയ്യുന്നില്ല. സോ പ്രൊവിഷൻ എങ്ങനെയാണ്? പ്രൊവിഷൻ 1,68,000 × 1 ഡിവൈഡ് ബൈ 99 1,700 കിട്ടും. So ₹1,000 is reversed by crediting in consolidated P&L. So provision എന്ന് വെച്ചാൽ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ലയബിലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. സോ P&L ഡെബിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാകും. സോ ആ എക്സ്പെൻസ് ആയിട്ട്. സോ എക്സ്പെൻസ് അവിടെ P&L എമൗണ്ട് കുറഞ്ഞ് കിടക്കുകയാണ്. സോ ആഡ് ബാക്ക് ചെയ്യണം. സോ P&L എമൗണ്ട് കൂടും, അത് ആഡ് ചെയ്ത് കാണിക്കുക. ദെൻ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എത്ര എമൗണ്ട് ചെയ്താണ്? ട്രേഡ് ആൻഡ് റിസീവ് 1,70,000 ചെയ്താണ്. മറന്നു പോയിട്ട് മറന്നു പോകും. ഓക്കെ, കാണിക്കണം. സോ പ്രീ അക്വിസിഷൻ നമ്മൾ ഈ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുൾ എൻറ്റയർ പീരീഡിലേക്കല്ലേ. സോ പ്രീ അക്വിസിഷൻ പോസ്റ്റ് അക്വിസിഷൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം 6/12 വെച്ച്. സോ 850 നേരെ പോയി വർക്കിംഗ് നോട്ടിൽ എഴുതുക. റിവേഴ്സൽ ഓർ റിവാലുവേഷൻ ഇമ്പാക്റ്റിൽ പ്രൊവിഷൻ വർക്കിംഗ് നോട്ട് 5D 850. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അപ്സ്ട്രീം ട്രാൻസാക്ഷൻ അവിടെ നടക്കാനുള്ള കാരണം ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്കാണ് സെയിൽ ചെയ്യണത്. അവിടെ ഡൗൺ സ്ട്രീം ട്രാൻസാക്ഷനാണ് നടക്കണേ. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്സ്ട്രീം ട്രാൻസാക്ഷൻ ഇല്ല. സോ അത് ബ്ലാങ്ക് ആയിട്ട് ഇടുക. ദെൻ ടോട്ടൽ ചെയ്യുക. ഇത്രയും ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5,56,700 കിട്ടും. അത് ഹോൾഡിംഗ് കമ്പനിക്കും മൈനോറിറ്റി ഇൻട്രസ്റ്റും കൂടി ഡിവൈഡ് ചെയ്യുക. ഹോൾഡിംഗ് കമ്പനിക്ക് എങ്ങനെ ചെയ്യാം? 1,56,000 ഇൻറ്റു 80% ചെയ്യുമ്പോൾ ആർക്ക് കിട്ടും? ഹോൾഡിംഗ് കമ്പനിക്ക് കിട്ടും. ഇൻറ്റു 20% ചെയ്യുമ്പോൾ ആർക്ക് കിട്ടും? മൈനോറിറ്റി ഇൻട്രസ്റ്റിന് കിട്ടും. ഈ ഹോൾഡിംഗ് കമ്പനിയുടെ എമൗണ്ട് എങ്ങോട്ട് പോകണം? വർക്കിംഗ് നോട്ട് 6 പോകണം. ഇത് വർക്കിംഗ് നോട്ട് മൈനോറിറ്റി ഇൻട്രസ്റ്റിനും വർക്കിംഗ് നോട്ടിനും പോകണം. ഇവിടെ റവന്യൂ ഷെയർ അതേപോലെ ഡിവൈഡ് ചെയ്യുക. ഇൻറ്റു 80% ചെയ്യുമ്പോൾ ഹോൾഡിംഗ് കമ്പനിയും കിട്ടും. ഇൻറ്റു 20% ചെയ്യുമ്പോൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കിട്ടും. ഈ ഹോൾഡിംഗ് കമ്പനി വർക്കിംഗ് നോട്ട് 8 പോകണം. ഇത് വർക്കിംഗ് നോട്ട് 7 മൈനോറിറ്റി ഇൻട്രസ്റ്റിലും പോകണം. ഓക്കെ, സോ എന്താണ് ഇനിയുള്ളത്? വർക്കിംഗ് നോട്ട് 6. വർക്കിംഗ് നോട്ട് 6 ക്യാപിറ്റൽ റിസർവ് ആണോ ഗുഡ് വിൽ ആണോ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നെറ്റ് ഷെയർ നമ്മൾ ഷെയർ ഇൻ നെറ്റ് അസറ്റ് സബ്സിഡറി കമ്പനി ക്യാപിറ്റൽ ഷെയർ വർക്കിംഗ് നോട്ട് 5. ഇവിടെ നമ്മൾ വർക്കിംഗ് നോട്ട് 5 കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ എമൗണ്ട്. 5,56,700 ഇൻറ്റു 80% ചെയ്യാൻ നേരത്തെ എമൗണ്ട് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് വർക്കിംഗ് നോട്ട് 5. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന എമൗണ്ട്.
4,45,360. Then cost of investment ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ടാകും 4,32,000. തന്നിട്ടുള്ള കാണിച്ചാൽ എവിടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ക്രാഫ്റ്റ് ലിമിറ്റഡ് ഹോൾഡിംഗ് കമ്പനി. ഇതാണ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇതെന്താണ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 4,32,000. അപ്പോൾ 4,45,360 രൂപ വാല്യൂ ഉള്ള നെറ്റ് അസറ്റ്സ് 4,32,000 രൂപയ്ക്ക് വാങ്ങിച്ച് അത് നമുക്ക് ലാഭമാണ്. സോ അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ആ എമൗണ്ട് 13,360 പോകണം. ക്യാപിറ്റൽ റിസർവ് ആസ് പെർ AS 21. ഓക്കെ, ബാലൻസ് ഷീറ്റ് കാണിക്കണം ആ എമൗണ്ട്. റിസർവ്സ് ആൻഡ് സർപ്ലസിന് താഴെയാണ് ക്യാപിറ്റൽ റിസർവ് വരിക. ദെൻ വർക്കിംഗ് നോട്ട് 7 മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അത് നമുക്ക് നേരെ വർക്കിംഗ് നോട്ട് 5 പോവാം. വർക്കിംഗ് നോട്ട് 5 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വർക്കിംഗ് നോട്ട് 5 ഇതേ ഇവിടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ്, ഈ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇവിടുത്തെ ഷെയറും ക്യാപിറ്റൽ ഷെയറും ഇവിടെ റവന്യൂ ഷെയർ, ഈ എമൗണ്ട് നേരെ വന്ന് ഇവിടെ എഴുതുക. ക്യാപിറ്റൽ ഷെയർ റവന്യൂ ഷെയറും ടോട്ടൽ കിട്ടും. ഇതെവിടെ പോവും, ലയബിലിറ്റി സൈഡിൽ പോവും. ദെൻ വർക്കിംഗ് നോട്ട് 8 കൺസോളിഡേറ്റഡ് റവന്യൂ റിസർവ്സ് ഓഫ് ഹോൾഡിംഗ് കമ്പനി. P&L ജനറൽ റിസർവ് നമുക്ക് ആകെ ഉള്ളത്. ഓൺ റിസർവ് എന്ന് വെച്ചാൽ ഹോൾഡിംഗ് കമ്പനിയുടെ റിസർവ്സ്. ഹോൾഡിംഗ് കമ്പനിക്ക് എത്ര റിസർവറാണുള്ളത്, അതാണ് 1,20,000 1,92,000. അതാണ് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. 1,92,000 1,20,000. ദെൻ റവന്യൂ ഷെയറിംഗ് നെറ്റ്വർത്ത് വർക്കിംഗ് നോട്ട് 5 പോവുക. വർക്കിംഗ് നോട്ട് നേരെ വർക്കിംഗ് നോട്ട് 5 പോവുക. ഇവിടെ റവന്യൂ ഷെയർ എത്രയാ, 61,600 എടുക്കുക. നേരെ വർക്കിംഗ് നോട്ട് 8, അതാണ് ഇനി വർക്കിംഗ് നോട്ട് 8ലേക്ക് പോകണ്ടെന്ന് അവിടെ പറഞ്ഞത്. സോ 61,600 എടുത്ത് ദെൻ നമ്മളിവിടെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റും ഡൗൺസ്ട്രീം ട്രാൻസാക്ഷൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും താഴെ കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസ് ആണ്. സോ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് 1,03,515 ഡിവൈഡ് 150 13,500. സോ ഇറ്റ് ഹാസ് ടു ബി റിഡക്റ്റഡ് ഇൻ P&L ഓഫ് ഹോൾഡിംഗ് കമ്പനി. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 13,500 നമ്മൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കുറയ്ക്കുക. കാരണം അവിടെ പ്രോഫിറ്റ് കൂടിക്കിടക്കുക, അത് നമ്മൾ കുറച്ച് കാണിക്കണം. സോ 2,40,000 ടോട്ടൽ കിട്ടും, 1,20,000 കിട്ടും. ഓക്കെ, ഇതാണ് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ പോണത്. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഇവിടെ എന്തൊക്കെ വരും, റിസർവ്സ് ആൻഡ് സർപ്ലസ് ജനറൽ റിസർവ് വരും, P&L വരും, ക്യാപിറ്റൽ റിസർവ് വരും. ക്യാപിറ്റൽ റിസർവ് ഈ ക്യാപിറ്റൽ റിസർവ് എടുത്ത് എഴുതാം. ഓക്കെ, സോ ഇത് മൂന്നും കൂടെ ആഡ് ബാക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, റിസർവ്സ് ആൻഡ് സർപ്ലസോടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമ്മൾ റോ ബാലൻസ് ഷീറ്റ് ഡാറ്റ ഉണ്ടാക്കി നോക്കാം എത്രയുണ്ടെന്നും. ജസ്റ്റ് അതൊന്ന് ഉണ്ടാക്കിയാൽ മതി, കമ്പൽസറി ഒന്നും അല്ലത്. ഓക്കെ, ഇനി നേരെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ പോവുക. ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് തന്നെ നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ആർട്ട് ലിമിറ്റഡ് ആൻഡ് സബ്സിഡറി ക്രാഫ്റ്റ് ലിമിറ്റഡ് ആസ് ഓൺ 31st March 2020. ആസ് ഓൺ ഫോർ ദി ഇയർ എൻഡഡ് അല്ല, ആസ് ഓൺ. ഓക്കെ, ദെൻ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാവും, നോൺ കറൻറ്റ് ലയബിലിറ്റീസ്, ദെൻ കറൻറ്റ് ലയബിലിറ്റി, ട്രേഡ് പേയബിൾസ്, ഷോർട്ട് ടേം ബോറോയിങ്സ്, അസറ്റ്സിൽ നോൺ കറൻറ്റ് അസറ്റ്സ്. ഇതെല്ലാം നേരത്തെ ബാലൻസ് ഷീറ്റ് നോക്കി എന്തൊക്കെ ഡാറ്റാസ് ആണ് നൽകിയിരിക്കുന്നത് അത് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുക. അതിനകത്ത് ഇല്ലാത്തത് അഡീഷണൽ നമ്മൾ ആഡ് ചെയ്യുക. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇവിടെ എഴുതാൻ മറന്നു പോകരുത്. ഓക്കെ, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നിന്ന് എടുത്ത് കളയും. ദെൻ പ്രോപ്പർട്ടി നോൺ കറൻറ്റ് അസറ്റിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റിൽ പ്രോപ്പർട്ടി എക്യുപ്മെൻറ്റ്, ഇൻടാഞ്ചിബിൾ ഉണ്ടോ എന്ന് നോക്കാം, ഉണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ വേണ്ട. ദെൻ കറൻറ്റ് അസറ്റ്സിൽ ഇൻവെൻട്രി, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, അതർ കറൻറ്റ് ലയബിലിറ്റീസ്. അത് പഠിക്കാൻ ITCO, ഇൻവെൻട്രി, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, അതർ കറൻറ്റ് ലയബിലിറ്റി അങ്ങനെ പഠിച്ചിട്ട് ആ കറൻറ്റ് ലയബിലിറ്റി ITCO എന്നും പറഞ്ഞ് എഴുതിയിട്ട് എഴുതിയാൽ മതി. ഇൻവെൻട്രി, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, അതർ കറൻറ്റ് ലയബിലിറ്റീസ്.
നോട്ട്സ് ടു അക്കൗണ്ടിൽ പോയി ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാം. ഈ നോട്ട്സ് ടു അക്കൗണ്ടിൽ ഈ നമ്പർ ഇടണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നമ്പർ ഇട്ടിട്ടില്ലെങ്കിൽ അവർ മാർക്ക് 4 മാർക്സ് തന്നെ ഡിഡക്റ്റ് ചെയ്യും. ആൻസർ ശരിയാണെങ്കിൽ അവർ മാർക്ക് തരത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നോട്ട്സ് നമ്പർ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ആസ് ഓൺ ആൻഡ് സബ്സിഡറി കോസ്റ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ദെൻ നോട്ട്സ് ടു അക്കൗണ്ടിൽ ഷെയർ ക്യാപിറ്റൽ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയർ ക്യാപിറ്റലിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതി വെക്കണം. അവർ ഓതറൈസ്ഡ് ക്യാപിറ്റൽ തന്നാലും ക്വസ്റ്റിന് തന്നാലും ഇല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെക്കുക. ഓക്കെ. ദെൻ ഷെയർ ക്യാപിറ്റൽ ഫസ്റ്റ് എപ്പോഴും ഷെയർ ക്യാപിറ്റലും സെക്കൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. ഇഷ്യൂഡ് സബ്സ്ക്രൈബ് പെയ്ഡ് അപ്പ് 6000 ഷെയർസ് ₹100 ഈച്ച്. ഇത് ഹോൾഡിംഗ് കമ്പനിയുടെ ആണ്. ഹോൾഡിംഗ് കമ്പനിയിൽ തന്നിരിക്കുന്ന എല്ലാ ഡാറ്റാസ് എടുത്ത് നേരത്തെ എഴുതുക. 6,50,000 കിട്ടി. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് ജനറൽ റിസർവ് വർക്കിംഗ് നോട്ട് 8 P&L വർക്കിംഗ് നോട്ട് 8 ക്യാപിറ്റൽ റിസർവ് വർക്കിംഗ് നോട്ട് 6 കാരണം നെറ്റ് അസറ്റ്സും കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ റിസർവിലാണ് കിട്ടുന്നത്. സോ നമ്മൾ ടോട്ടൽ ചെയ്താൽ ദെൻ മൈനർ ഇൻട്രസ്റ്റ് നമ്മൾ വർക്കിംഗ് നോട്ട് 7 കണ്ടുപിടിച്ച് 1,26,740. ദെൻ ട്രേഡ് പേയബിൾസ് ആർട്ട് ലിമിറ്റഡിൽ എത്രയാണോ അതെടുത്ത് ചെയ്താൽ ക്രാഫ്റ്റ് ലിമിറ്റഡിൽ എത്രയാണോ അതെടുത്ത് ചെയ്താൽ എന്ന് വെച്ചാൽ ട്രേഡ് പേയബിൾസ് 1,45,000 ഈ എമൗണ്ടും എടുത്ത് എഴുതുക. ആർട്ട് ലിമിറ്റഡ് എന്നും പറഞ്ഞ് 92,000 എടുത്ത് എഴുതുക. ജസ്റ്റ് ലൈൻ ബൈ ലൈൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്ത് പോവുകയാണ്. ഓക്കെ. സോ എത്ര കിട്ടി? 2,37,000 കിട്ടി. ദെൻ ഷോർട്ട് ആകുമ്പോൾ ബാങ്ക് ഓടി മാത്രമുള്ള ആ എമൗണ്ട് എഴുതുക. ദെൻ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ആർട്ട് ലിമിറ്റഡിന് എടുത്ത് ചെയ്ത് ലൈൻ ബൈ ലൈൻ എടുത്ത് എഴുതുക. സോ ടോട്ടൽ ഇത്ര കിട്ടി. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ എന്തുണ്ട് റീവാലുവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. റീവാലുവേഷൻ ലോസ് ആണ് വന്നത്. സോ റീവാലുവേഷൻ ലോസ് മൈനസ് ചെയ്യുക. ദെൻ എക്സസ് ഡിപ്രീസിയേഷൻ റിവേഴ്സ് ചെയ്തിട്ടുണ്ട് അത് ആഡ് ചെയ്യുക. സോ ടോട്ടൽ 4,40,000 കിട്ടും. ഇത് നമ്മൾ ചെയ്യാൻ മറന്നു പോകരുത് ഈ രണ്ട് കാര്യം. ഓക്കെ. ദ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ ആർട്ട് ലൈൻ ബൈ ലൈൻ എഴുതുക. അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നില്ല ഈ എമൗണ്ട്. ടോട്ടൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഈ എമൗണ്ട് കിട്ടി. ദെൻ ഇൻവെൻട്രീസ് ആർട്ട് ലിമിറ്റഡ് ലൈൻ ബൈ ലൈൻ ആഡ് ചെയ്ത് ദെൻ അവിടെ ഇൻവെൻട്രിയിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വരുന്നുണ്ട് അത് എഴുതുക. ഇത് എന്ത് ചെയ്ത് തെറ്റിച്ച് കളയരുത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. സോ ടോട്ടൽ എമൗണ്ട് കിട്ടി. ദെൻ ട്രേഡ് റിസിപ്പിൾ ആർട്ട് ലിമിറ്റഡ് ക്രാഫ്റ്റ് ലിമിറ്റഡ് ലൈൻ ബൈ ലൈൻ ആഡ് ചെയ്ത് ചെയ്യുക. ദെൻ അതിനോട് പ്രൊവിഷൻ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. കാരണം 1% പ്രൊവിഷൻ കുറച്ചിട്ടാണ് ബാലൻസ് ഷീറ്റിൽ സബ്സിഡറി കമ്പനി കാണിച്ചത്. അത് ആരും ഫോളോ ചെയ്യുന്നില്ല. ഹോൾഡിംഗ് കമ്പനി ഫോളോ ചെയ്യുന്നില്ല. സോ അത് ആഡ് ബാക്ക് ചെയ്യുക. പ്രൊവിഷൻ റിവേഴ്സ്. സോ ഈ എമൗണ്ട് 3,03,500 കിട്ടി. ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ലൈൻ ബൈ ലൈൻ ആഡ് ചെയ്യുക. ഈ എമൗണ്ട് കിട്ടി. ഓക്കെ. സോ അത് നമ്മൾ എഴുതി കഴിയുമ്പോൾ 14,57,200 14,57,200 കിട്ടി. 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ. ഓക്കെ. താങ്ക് യു ഗൈസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. ഓക്കെ.